സ്നേഹാദരോട് തന്നെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, മറ്റ് സദസ്സിലിരിക്കുന്ന ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, കേരളത്തിലെ ഏതൊരു കലാകാരനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കലാഭവനിൽ ഒന്ന് മെമ്പറാകുക എന്നത്. ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ മുതൽ കലാഭവനെ അങ്ങേയറ്റം ആദരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും വന്നവരാണ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. മഞ്ഞുമ്മൽ പള്ളിയിൽ ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ, എനിക്ക് തോന്നുന്നു 72-73 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, മഞ്ഞുമ്മൽ ദേവാലയം പെരുന്നാളിന് പിടിക്കാൻ ഗാനമേള വന്നു. കലാഭവന്റെ ഗാനമേള. ഈ ഗാനമേളയുടെ പ്രത്യേകത ജൂനിയർ യേശുദാസ്, ജോളി എബ്രഹാം നയിക്കുന്ന ഗാനമേള എന്നായിരുന്നു. ആ നോട്ടീസ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഫീമെയിൽ സിംഗർ ഒരു ലിസമ്മ, അത് ആരാധനയ്ക്ക് അറിഞ്ഞൂടാ, അതിലുണ്ടായിരുന്നതാണ്. ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നാണ് ഇത് കണ്ടത്. വളരെ കുട്ടികളാണ്. ജീവിതത്തിൽ ആദ്യമായി ഇലക്ട്രിക് ഗിറ്റാർ കാണുന്നതും ഈ ഗാനമേളയിലാണ്. എനിക്ക് ഇവിടെ മിക്കവാറും അത് എമിൽ സാറായിരിക്കും വായിച്ചിരിക്കുക, അന്ന് പരിചയമില്ലല്ലോ. എന്തായാലും ആ ഇലക്ട്രിക് ഗിറ്റാർ കണ്ട ത്രില്ലും ഇത്രയും വലിയൊരു ഗാനമേള കേട്ട ത്രില്ലും ഒക്കെ ലഭിച്ചത് കലാഭവനിലൂടെയാണ്. അന്ന് തൊട്ട് കലാഭവൻ ഹൃദയത്തിലുണ്ട്. കാരണം ഞാൻ ഹാർമോണിയം പഠിക്കുന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പം നമുക്ക് കലയോടുള്ള സ്നേഹവും പിന്നെ സംഗീതത്തോടുള്ള സ്നേഹവും. ഇവിടെയും ഞാൻ വന്നിട്ടുണ്ട്. ആന്റണി മാഷിന്റെ ശിഷ്യനാകാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, നടന്നില്ല എന്നേ ഉള്ളൂ. കലാഭവനിൽ എത്തിച്ചേരുക എന്നത് ഏതൊരു കലാകാരനെ പോലെ എനിക്കും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് നടക്കില്ല എന്നായിരുന്നു അന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഈശ്വര നിശ്ചയം, കലാഭവനിലെ ആബേലച്ചൻ വിളിക്കുന്നു എന്നാണ് അറിഞ്ഞത്. ഇല്ലാതെ ഞാനിവിടെ വന്ന് ചോദിച്ചില്ല, കാരണം എനിക്ക് അതിനുള്ള അർഹതയില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അച്ഛൻ വിളിച്ചു. കാരണം എനിക്ക് കൊച്ചിൻ റിലാക്സ് എന്ന് പറഞ്ഞൊരു ചെറിയ ട്രൂപ്പ് ഉണ്ടായിരുന്നു. അതിവിടെ തൊട്ടടുത്ത് റിസർവ് ബാങ്കിലൊരു പ്രോഗ്രാം ചെയ്തതിനെ തുടർന്ന് അച്ഛൻ അറിഞ്ഞു. നന്നായി ചെയ്യുന്നവരാണ്. എന്നെയാണ് അച്ഛൻ ആദ്യമായിട്ട് കലാഭവനുമായി സഹകരിക്കാമോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ആരെങ്കിലും ഇല്ല എന്ന് പറയൂ? 100% ഉറപ്പാണ് ഞങ്ങൾ സഹകരിക്കും. അങ്ങനെ അച്ഛൻ പറഞ്ഞു, എനിക്കൊന്ന് കാണണം നിങ്ങളുടെ പ്രോഗ്രാം. ഒരു ബിൽ ബുക്കും ഫയലും ഒക്കെ അടക്കി വെച്ചിരിക്കുന്ന ഒരു മുറിയിൽ കൊണ്ടുപോയിട്ട് ചെയ്തോളാൻ പറഞ്ഞു. സ്റ്റേജ് ചെയ്യുന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞു. ചെയ്തു. അച്ഛൻ ഇഷ്ടമായി. അച്ഛൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ, മരിച്ചുപോയ ആളുകളെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയും വേണ്ട. അതായത് പ്രേംനസീർ, ജയൻ ഇങ്ങനെയുള്ളവരെയൊന്നും കളിയാക്കണ്ട. അവരെ ശബ്ദവൽക്കരിക്കാം, അതിലെനിക്ക് വിരോധമില്ല. പക്ഷേ ഒരു കാരണവശാലും അത് മറ്റുള്ളവരെ ചിരിക്കുന്ന ഒന്നായി മാറും. അത് ഞങ്ങൾ ആ പ്രോഗ്രാംസ് എല്ലാം വെട്ടിക്കളഞ്ഞു. ശരി, അങ്ങനെ വേണ്ട, അച്ഛൻ പറയുന്ന പോലെ തന്നെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛനോട് ചോദിച്ചു, ഞങ്ങൾ എന്നു മുതലാണ് ഇവിടെ ജോയിൻ ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങളുടെ പരിപാടി. കാരണം എനിക്ക് ആകാംക്ഷയും അങ്ങേറ്റത്തെ ആഗ്രഹമൊക്കെ ആയല്ലോ. അച്ഛൻ്റെ മറുപടി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇന്ന് 6 മണിക്കാണ് പരിപാടി. ഇന്നോ? അതെ. ഇനി നിങ്ങൾക്ക് റിഹേഴ്സലിന്റെ ആവശ്യമില്ലല്ലോ, അത് കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാണ് ടെൻഷൻ? ഉയ്യോ, എന്നാലും ഇന്ന് പോകാൻ തയ്യാറായി. ഞങ്ങൾ അപ്പം തന്നെ റെഡിയായി. എവിടെയാണ് പരിപാടി എന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ ഞെട്ടിയത്. പോലീസ് AR ക്യാമ്പിലാണ്, ആൻഡ് റിസർവിന്റെ ക്യാമ്പിലാണ്. ആലോചിച്ച് നോക്കും, ഇരിക്കണ മുഴുവൻ വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഫ്രണ്ടിലിരിക്കുന്നത്.
ഈ മിമിക്രി എന്ന കലയും ഗാനമേളയൊക്കെ വിജയിപ്പിക്കുന്നത് ആരാന്നറിയോ? ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികളാണ്. ഇവരുടെ ആരവവും ചിരിയും ചെറിയ ചിരികളും മതി നമ്മൾക്ക് ഭയങ്കര ആവേശമാണ്. അതില്ല. ഭയങ്കര കൊമ്പം വീശ വെച്ച കുറെ വലിയ ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അവർ ചിരിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. ചിരിച്ച് അവരുടെ മാനം. പക്ഷേ ഈ കുട്ടികളും ഫാമിലിയും ബാക്കിലുണ്ട്. കോൺസ്റ്റബിൾസും ഫാമിലിയൊക്കെ ബാക്കിലാണ്. അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. എന്നാലും അതല്ലല്ലോ നമ്മുടെ ആവേശം. നമുക്ക് ഏറ്റവും മുൻപിൽ ആളുകൾ ചിരിക്കുമ്പോഴാണല്ലോ. അപ്പൊ ഞങ്ങൾ ഈ പരിപാടി പൊളിഞ്ഞു. എന്നാലും പക്ഷെ പരിപാടി വൻ വിജയമായി. ബാക്കിൽ നിന്നും നല്ല കയ്യടിയും പ്രോത്സാഹനവും കിട്ടി. അച്ഛനത് അറിഞ്ഞു. ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, ഗംഭീരം അഭിപ്രായമാണ് കേട്ടോ, നാളെ തൃശ്ശൂരാണ്, റെഡിയായി തോന്നുന്നു. അങ്ങനെ അതിന്റെ പിറ്റേന്ന് വേറെ. അങ്ങനെ അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അച്ഛാ ഇത് നിരന്തരം ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്കൊക്കെ ഓരോ ജോലിയുണ്ട്. ഞാനത് കോൺട്രാക്ടറാണ് ഇന്ത്യൻ ഡ്രൈവർത്തിൽ IRE കമ്പനിയിൽ. അപ്പൊ എനിക്കത് ഇട്ടിട്ട് ഗാനം ഇത് മിമിക്രി എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല. അച്ഛൻ പറഞ്ഞു അത് പറ്റില്ല, കലാപരമായി സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പരിപാടിയും അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതിന് ഒരു പകരക്കാരനെ നേരത്തെ കണ്ടുവച്ചില്ലെങ്കിൽ കുഴപ്പമാകും. പക്ഷെ എന്നാലും കലാഭവനിൽ എത്തിയല്ലോ. അതാണ് എൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങളിൽ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന്. അതാണ് കലാഭവൻ. എന്തുകൊണ്ടാണ് ഞാനന്ന് ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ഗാനമേള ട്രൂപ്പുകളുണ്ട്, മിമിക്രി ട്രൂപ്പുണ്ട്, കലാപ്രവർത്തകർ ഒരുപാടുണ്ട്. പക്ഷെ കലാഭവൻ മാത്രം സ്റ്റഡിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരനക്കം ഇല്ലാതെ. ഏകശ്രുതി, ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. കലാഭവൻ മാത്രമാണ് ഏകശ്രുതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും പല ശ്രുതികളാണ്. കലാഭവൻ ഏകശ്രുതിയാണ്. ആ ഏകശ്രുതിയുടെ ആധാരശ്രുതി എന്ന് പറയുന്നതാണ് നമ്മുടെ കലാഭവനിലെ അച്ഛൻ, ആബേലച്ഛൻ.